ഹേ ഗൈസ്, അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ചൂരൽമലയിലാണ്. ഇവിടെ ലാൻഡ് സ്ലൈഡ് നടന്ന ആ ഒരു പോർഷനില്ല, ആ ഒരു സ്കൂളൊക്കെ വന്നിരുന്നത് ആ ഒരു സ്ഥലത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. ഗ്ലാസ് ബ്രിഡ്ജ് ഇപ്പോൾ അവിടെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ കുറച്ചെങ്കിലും ഒരു ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വന്ന് പോണത്. എനിക്കൊന്ന് ആ ഒരു ടൗണിൽ ഇപ്പോൾ ഒരു 1-2 ഷോപ്പ് ഇല്ലേ ബ്രോ? അതെ അതെ, അവിടെ ഇപ്പോൾ 1-2 ഷോപ്പ് ഇപ്പം ആയതല്ലേ? ഇപ്പോൾ ഓപ്പൺ ആയതാണ്. ഗ്ലാസ് ബ്രിഡ്ജ് ഓപ്പൺ ആയതുകൊണ്ട് അങ്ങനെ ഒരു 100-ൽ കൂടുതൽ ആൾക്കാർക്ക് ഇപ്പോൾ ജോലിയുണ്ട്. ഇവിടെ കാണുന്ന വണ്ടികളെല്ലാം അവിടെ ഓടുന്നതാണ്. പിന്നെ അത് നിലവിൽ ഇപ്പോൾ അത് മാത്രമേ ഉള്ളൂ. അതല്ല, 2-3 കടകളും. പിന്നെ ഈ വേലിപ്പാലത്തിൻ്റെ ഇങ്ങോട്ടേക്കൊന്നും ഒറ്റ താമസക്കാരൊന്നുമില്ല. അപ്പോൾ ഇവരൊക്കെ വൈകുന്നേരം ആകുമ്പോൾ അവരുടെ വീട്ടിലേക്ക് പോകും. ഇവിടെ ഒന്നും കാര്യങ്ങളൊന്നും അവർക്ക് ഇപ്പോൾ വീടുകളില്ല, എല്ലാം പുറത്തുള്ള ആൾക്കാരാണ് കൂടുതലും. ഈ ജീപ്പും വണ്ടികളൊക്കെ ഇത് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തോളൂ. എനിക്കൊന്നും ഒരു മാസം എന്തോ ആയതുള്ളൂ. ബ്രോ പഠിച്ചതൊക്കെ എവിടെയായിരുന്നു? ഞാൻ പഠിച്ചത് ഈ സ്കൂളിൽ തന്നെയായിരുന്നു. 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ പഠിച്ചത് ഇവിടെ തന്നെയായിരുന്നു. ജനിച്ചവും വളർന്നതെല്ലാം ഇവിടെ തന്നെയായിരുന്നു. പിന്നെ നമ്മുടെ ഫ്ലഡ് വന്നത് മേലെന്നായിരുന്നു ആ ഉരുള് പൊട്ടലുണ്ടായിരുന്നത്. ഏറ്റവും ടോപ്പ് അതിലിപ്പോൾ ചെറിയ ഇതായിരിക്കും. അവിടെ നിന്നായിരുന്നു പൊട്ടി വന്നത്. ഇപ്പോൾ കാണാൻ പറ്റത്തില്ല. അവിടെ നിന്ന് ഇങ്ങനെ നേരെ വന്ന് ഇവിടെ കുറേ വീടുകളുണ്ടായിരുന്നു. സ്കൂൾ റോഡ് എന്നാണ് പറയാം. സ്കൂൾ റോഡ് കുറേ വീടുകളുണ്ടായിരുന്നു. മുണ്ടക്കായി കുറേ വീടുകളുണ്ട്. നല്ല വീടുകൾ നഷ്ടപ്പെട്ട് അങ്ങനെ ഇത് പോയി. ഇപ്പം ഇങ്ങനെ ഇതൊക്കെ എടുത്തതാണ്. ഈ കല്ലും കാര്യങ്ങളൊക്കെ അടുത്ത മഴ വരുന്നതുകൊണ്ട് JCB കാര്യം വെച്ച് മാറ്റിയതായിരുന്നു. പിന്നെ നമ്മൾ അമ്പലം വന്നിട്ടുണ്ടായിരുന്നത് ഇവിടെയായിരുന്നു. ഈ ഒരു ഭാഗത്ത് ഒരു അമ്പലം ഉണ്ട്. ഒരു കൊല്ലമായിട്ടുണ്ടായിട്ടുള്ളൂ. മൊത്തം പണിയെല്ലാം പൂർത്തിയാക്കിയിട്ട് ഇപ്പോൾ ഇതിങ്ങനെയാണുള്ളത്. പിന്നെ നമ്മൾ ഈ ഒരു ആൽമരം മാത്രമേ ഉള്ളൂ. അതേ പറഞ്ഞ പോലെ ഇതിൻ്റെ മേലെയാണ്. ഇവിടുന്ന് ഹൈഡാണ്, കാണാൻ കഴിയില്ല. അവിടെയായിരുന്നു നമ്മളെ മുസ്ലിം പള്ളി വന്നിട്ടുണ്ടായിരുന്നത്. അത് അങ്ങ് മണ്ടയിലല്ലേ? അതിൻ്റെ മേലെ അവിടെ ഹൈഡായിട്ടാണ്. ചെറിയൊരു ചെരുവ് വരുന്നില്ലേ, ചെരുവിൻ്റെ ഇപ്പുറത്തെ സൈഡായിട്ടാണ് വരുന്നത്. ടോപ്പിലോട്ട് ഇപ്പോൾ പോകാൻ പറ്റത്തില്ല. ടോപ്പിലോട്ട് ഇപ്പോൾ പോകാൻ പറ്റില്ല. അവിടെ ഇപ്പോൾ ഒരു നിലവിലിപ്പോൾ ഒരു റിസോർട്ടോട് ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ അവിടേക്ക് മാത്രം വേറെ തന്നെ പാസ് എടുത്തിട്ട് നമ്മൾ പോകണം അങ്ങോട്ടേക്ക്. അല്ലാതെ ഔട്ട് സൈഡിൽ നിന്ന് ആർക്കാരെയൊന്നും അങ്ങോട്ടേക്ക് വിടൂല. അപ്പോൾ ഈ കല്ലും ഇതൊക്കെ അങ്ങനെയൊക്കെ വന്നല്ലേ ബ്രോ? അതെ, ഈ കല്ലുകളല്ലേ ഇവിടെ ഇങ്ങനെയായിരുന്നില്ല. ഇവിടെ 3 കടകളായിരുന്നു. ഇവിടെ 3-4 കടകളുണ്ടായിരുന്നു. കട കഴിഞ്ഞിട്ട് ചെറിയൊരു പുഴ കഴിഞ്ഞിട്ട് വലിയൊരു ഗ്രൗണ്ട്. പിന്നെ 1000-ൽ മേലെ കുട്ടികൾ പഠിച്ച സ്കൂളാണ്. 1 മുതൽ +2 വരെ ഉണ്ട്. VHSC ആയിരുന്നു. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ആയിരുന്നു. 2 പിന്നെ ട്രാവൽ ആൻഡ് ടൂറിസവും കമ്പ്യൂട്ടർ സയൻസും 2 ഇതും ഉണ്ടായിരുന്നു. ചെറിയ തോട് ഇങ്ങനെ ഉണ്ടായിരുന്നു ഓൾറെഡി. അത് ഇങ്ങനെയായിരുന്നു വന്നുകൊണ്ടിരുന്നത്. ഈ പാലം ഇങ്ങനെയായിരുന്നു പാലം വന്നുകൊണ്ടിരുന്നത്. അപ്പൊ ഇവിടെ ഒരു 3-4 കടകൾ. തോട് എന്നൊന്നും പറയല്ല, പുഴ തന്നെയാണ്. എനിക്കൊന്നും ഇത്ര ഇല്ലായിരുന്നു തോന്നുന്നല്ലേ? ചെറിയൊരു അല്ല, വെള്ളം ഉണ്ടായിരുന്നു. ശരിക്കും ഇതിന്റെ ഭീകരത ഈ പാറേന്റെ സൈസാണെന്ന് പറയാം. ഇതായിരുന്നു പുഴ. ഇങ്ങനെയായിരുന്നു. ഈ സ്കൂൾ കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ആ ഗ്യാപ്പ് കഴിഞ്ഞിട്ട് ഇവിടെ വേറെ തന്നെ ഒരു കോർട്ട് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വലിയ ഗ്രൗണ്ടാണ്. ഇപ്പോൾ സ്ഥലമൊക്കെ പടം അങ്ങോട്ട് ചുരുങ്ങി പോയ പോലെയാണ് നമുക്ക് തോന്നുന്നത്. കാരണം വലിയ ഗ്രൗണ്ടായിരുന്നു അത്യാവശ്യം. അടിയിലേക്കുണ്ട്. അത് താഴ്ന്നതാണ്. ഇവിടെ നമുക്ക് വേറെ തന്നെ ഒരു വോളിബോൾ കോർട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ വോളിബോൾ കോർട്ട് അത് കഴിഞ്ഞിട്ട് നമുക്കൊന്നും മനസ്സിലാവുന്നതന്നല്ല നമുക്ക്. ആ വോളിബോൾ കോർട്ട് എവിടെയാണ് നമ്മുടെ മനസ്സിലുള്ള ഒരു ചിത്രം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എങ്ങനെയാണ്. ഇവിടെ ഒരു കോർട്ട്, പിന്നെ അപ്പുറത്ത് വേറൊരു ഗ്രൗണ്ട്. അതൊക്കെ ഒരുപാട് ദൂരത്തുള്ള പോലെയായിരുന്നു ഫസ്റ്റ്. ഇപ്പൊ ഒക്കെ പടം ചുരുങ്ങിയ പോലെ നല്ല അടുത്തായി പോയി. ഇതിൽ ഒരു കല്ല് പോലും ഇവിടെ ഉണ്ടായിരുന്ന കല്ലുകളല്ല, എല്ലാം വന്ന കല്ലുകളാണ്. ചേട്ടന്റെ വീട് എവിടെയായിരുന്നു? ഇവിടെ അപ്പുറത്തോട്ടേക്കായിരുന്നു. ഇപ്പൊ കറക്റ്റ് ഇപ്പം 1 കൊല്ലം ആയെന്ന് തോന്നുന്നല്ലോ. 1 കൊല്ലം 4 മാസം. 1 കൊല്ലം 4 മാസമായി. 24 ജൂലൈ 30. കറണ്ടൊക്കെ പോയില്ലേ? മുന്നേ കറണ്ട് ഇല്ലായിരുന്നല്ലേ? കറണ്ട് എന്നോട് പറഞ്ഞായിരുന്നു. ഇവിടെ ഞാൻ PUBG കളിച്ചോണ്ടിരുന്ന ടൈമിലാണ് ഈ ഒരു പൊട്ടൽ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ 2019 പൊട്ടിയത് അവിടെ മുണ്ടക്കയിൽ ഒരു പൊട്ടിയതാ. അന്ന് 2 വീടായിട്ട് പോയിട്ടുള്ളൂ. ഇത് നല്ല പൊട്ട. ഇത് എല്ലാവർക്കും ഭയങ്കര ഷോക്കിംഗ് ആയിപ്പോയി. 35+ ആൾക്കാർ. 35 37 പേരെ ഇനിയും കിട്ടാനുള്ള ആൾക്കാര്. പിന്നെ അതിന് പുറമെ മരണപ്പെട്ടു പോയവരും നമ്മളവിടെ വരുന്നവിടെ ഉണ്ട്. എല്ലാം ഇവിടുന്ന് മരണപ്പെട്ടു പോയ എല്ലാവരുടെയും ഫോട്ടോ നല്ലൊരു ഒത്തൊരുമയുള്ളൊരു നാടായിരുന്നു. ഒത്തൊരുമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കല്യാണം ആയാലും ഒരു മരണമായി കഴിഞ്ഞാൽ എല്ലാവരും ഒരുമിച്ച് അമ്പലമായിരുന്നു. ഇവിടെ അമ്പലം അത് പറഞ്ഞു കൊണ്ടുവന്നല്ല. അന്ന് ഈ സംഭവിച്ച അന്നേ ആളുകൾ അവിടെ ഒറ്റപ്പെട്ടു പോയ ആളുകളെല്ലാവരും ഇവിടെ വന്ന് വെയിറ്റ് ചെയ്യായിരുന്നു. വൈകുന്നേരം ഒരു 4:30-5 മണി വരെ. ഈ പാലത്തിലൊക്കെ ഒരു 2 ആളുടെ ഹൈറ്റിൽ വെള്ളമായിരുന്നു. അങ്ങനെ ഹെലികോപ്റ്റർ ഇതുകൊണ്ട് ഇവിടെ ആയിരുന്നു വന്നിരുന്നത്. കുറച്ച് ആൾക്കാർ ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഹെലികോപ്റ്റർ ഇവിടെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതിന് പുറമെ പിന്നെ അവരെന്നെ വേറൊരു JCB ഒക്കെ വെച്ചിട്ട് വേറൊരു പാലം പോലെ ഒരു സംഭവം ചെയ്തിട്ട് ബാക്കിയുള്ള ആൾക്കാരെ ബോഡികളും ജീവനോടുള്ള ആൾക്കാരും എല്ലാവരും പിന്നെ ഇതിൽ ഇതാണ്
പിന്നെ അതിന് ശേഷമാണ് പാലുണ്ടായത് 48 മണിക്കൂർ ശേഷം. അതെ റോപ്പിൽ ഇവിടെ നിന്നാണ് അങ്ങോട്ടേക്ക് ഇതാക്കിയത്. പിന്നെ അത് കഴിഞ്ഞ് 48 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇതാക്കിയത്. ഇപ്പോൾ ഇതിൻ്റെ മേലെ ഒത്തിരി കൃഷിത്തോട്ടങ്ങളുണ്ട്, ഫാമുകളുണ്ട്, റിസോർട്ടുകളുണ്ട്, ഒരുപാട് ആൾക്കാർ ജീവിക്കുന്ന ഉണ്ട് മേലോട്ടെല്ലാം. ഇവിടെ ഇപ്പോൾ ആരും ഇല്ലല്ലോ. ഇപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഒരാൾ പോലും ഇല്ല. താമസം ആരും ഇല്ല. മൊത്തം എത്ര വീട് വരുമായിരിക്കും ഏകദേശം? മൊത്തം നമ്മളെ 10, 11, 12 വാർഡിൽ 1200+ വീടുകളാണ് മൊത്തം ഉള്ളത്. അതിലേറെക്കുറെ ഒരു 700 വീടുകളും ഭാഗികമായിട്ടും ഫുള്ളായിട്ടും പോയത് ഒരു 700+ വീടുകളാണ് മൊത്തം പോയിട്ടുള്ളത്. അതിൽ പൂർണ്ണമായിട്ട് നശിച്ചത് 400+ വീടുകൾ മൊത്തത്തിൽ പോയി കഴിഞ്ഞു. പിന്നെ ഇപ്പോൾ കണ്ടാൽ അറിയാലോ, ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് വേറെ ഒരു താമസവും കാര്യങ്ങളൊന്നുമില്ല. നമ്മളിപ്പോൾ പോയ ഭാഗം അവിടെ ഉള്ളവർക്കൊന്നും ഇനി അങ്ങോട്ടേക്ക് ഉണ്ടാവില്ല, താമസം എന്തായാലും ഉണ്ടാവില്ല. പിന്നെ ഇപ്പോൾ ഈ കാണുന്ന കടകളും ഇതെല്ലാം ഈ അട്ടമല ഗ്ലാസ് ബ്രിഡ്ജ് വന്നതിന് ശേഷമാണ് ഇതെല്ലാം ഓപ്പൺ ആയത്. കറണ്ടോ കാര്യങ്ങളൊന്നും പിന്നെ ഇവിടേക്ക് ഇപ്പുറത്തെ സൈഡിലോട്ടൊന്നും ആയിട്ടൊന്നുമില്ല. ഒരു അത്ര ആയിട്ടില്ല വെള്ളം വന്നിട്ടുണ്ട്. ആ മരത്തിന് തോലുണ്ട്. ഈ റോഡെല്ലാം റീവ് ചെയ്തതാ. തേയില ഇതൊക്കെ റോഡ് മാറ്റിയതാ, റോഡാക്കി. ഇത് ഒരു 10-15 കൊല്ലമൊക്കെ മുമ്പേ നമ്മളിവിടെ ഒരു ക്യാരം ബോർഡ്, പിന്നെ ഒരു ചായക്കട അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് ഇപ്പോൾ നിൽക്കുന്നത്. എല്ലാം ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ്. അതൊക്കെ ഒരു ഫുള്ളായിട്ടും നമുക്കിപ്പോൾ മനസ്സിലാകുന്നതല്ല, അറിയുന്നില്ല. നിങ്ങൾക്ക് തന്നെ അറിയുന്നില്ല എന്ത് എവിടെ അറിയില്ല. അല്ല, ഒരാളുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാലേ, ഇപ്പം ഞാൻ ഇപ്പോൾ ബ്രോൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഇവിടെ കടകൾ, അത് കഴിഞ്ഞ് പുഴ, അത് കഴിഞ്ഞിട്ട് ഒരു വോളിബോൾ കോർട്ട്, അത് കഴിഞ്ഞിട്ട് ഗ്രൗണ്ട്, അത് കഴിഞ്ഞിട്ട് സ്കൂളാണ്. ഇത്രയും സാധനം ഇപ്പോൾ ഒന്നുമില്ലല്ലോ. ബ്രോ ഈ ഭാഗത്തല്ലായിരുന്നു? ഞാൻ എവിടെ ആയിരുന്നു? എൻ്റെ വീട് കൊണ്ട് അവിടെ കാണാം, ആ മേലെയാണ്, അവിടെ കാണുന്നുണ്ടോ? അതാണ് എൻ്റെ വീട്. ആ വൈറ്റ് പെയിന്റ് അടിച്ചത് അവിടെയാണ് നമ്മുടെ വീട്. ഈ വീടൊക്കെ ഫുള്ള് ചെടിയല്ലായിരുന്നു? ഇവിടെയൊക്കെ ഫുള്ള് ചെടിയായിരുന്നു. ഇവിടെയൊക്കെ കുറേ പേര് മരണപ്പെട്ടിട്ടുണ്ട് ഇവിടെയൊക്കെ, ഇതിനുള്ളിലൊക്കെ. അത് കുറച്ച് അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ കറക്റ്റ് കാണാൻ കഴിയും. ഈ പാലം തന്നെ ഇപ്പോഴും അവർ യൂസ് ചെയ്യുന്നല്ലേ ഇപ്പോൾ എല്ലാത്തിനും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ? അതെ. അങ്ങോട്ടേക്ക് എന്തോ ബ്രോ അങ്ങോട്ടേക്ക് മുണ്ടക്കായി എന്ന് പറഞ്ഞ സ്ഥലം. നമ്മൾ ഇങ്ങനെ പോയി വളഞ്ഞ് തിരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് അവിടെ എത്തും. അതിൻ്റെ ഉള്ളിൽ കൂടി നമ്മൾ പോവാം. അവിടെയാണ് ഒരു ടീ ഫാക്ടറി ഉണ്ട്. അവിടെ ഫാക്ടറിൻ്റെ ഒക്കെ സൈഡ് ഭാഗങ്ങളാണ് പോയിട്ടുള്ളൂ. 3-4 വീടുകളുണ്ടായത് പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു പോയി. അന്ന് രാത്രി താമസം ഉണ്ടായിരുന്നു ഇതിൻ്റെ ഉള്ളിലൊക്കെ കുറേ. ഇവിടെയൊക്കെ അതൊക്കെ മണ്ണിൻ്റെ അടിയിലാണ് ആ വീടുകളൊക്കെ ഉള്ളത്. അതിൻ്റെ ഏറ്റവും ടോപ്പ് വരെ ആയിരുന്നു വെള്ളവും ചളിയും വന്നിട്ടുണ്ടായിരുന്നത്. ആ വീടൊക്കെ ഉണ്ടല്ലേ, ഇതിൻ്റെ ഇടയിൽ വേറെ 2 വീടുകളുണ്ടായിരുന്നു, അത് ഫുള്ളായി പോയി. എൻ്റെ വീട് തോണ്ട് അവിടെ കാണുന്ന വീടാണ്. ആ നീല പെയിന്റ് തൊട്ട് മേലെ. പക്ഷേ നമുക്കൊക്കെ അത് ഈ ഒരു സൗണ്ടും കാര്യങ്ങളും മൊത്തം ഭൂമി കുലിക്കും. നമ്മളിപ്പോൾ ഇവിടെ ഒരു കല്ലിട്ട് കഴിഞ്ഞാൽ ബ്രോൻ്റെ കാല് ധരിക്കില്ല. അപ്പോൾ ഇത്രയും വലിയ സംഭവം വന്ന് ഇടിക്കുമ്പോൾ മൊത്തത്തിലെല്ലാം ഇളക്കിയിട്ടാണ് പോയിട്ടുള്ളത്. ഒരു നിമിഷ നേരം കൊണ്ടല്ലേ ഈ സാധനം വരുന്നത്, നമുക്ക് പ്രതീക്ഷിക്കാൻ പോലും പറ്റില്ല. 1.5 മണി to 2.5 ഉള്ളിൽ എല്ലാം ഒരു മനുഷ്യൻ്റെ ആയുസ്സിലുണ്ടാക്കിയ സമ്പാദ്യങ്ങളും കുറേ ബന്ധങ്ങളും എല്ലാം കൊണ്ടങ്ങ് പോയി. ഒന്നാമത് എസ്റ്റേറ്റ് മേഖലയാണിത്. എസ്റ്റേറ്റ് മേഖലയിലൊന്നും ആരും വലുതായിട്ടൊന്നും സമ്പാദിച്ചവരല്ല. അന്നന്ന് ഉണ്ടാക്കുന്ന വേതനത്തിൽ നിന്ന് ഓരോ ക്യാഷ് മാറ്റി വെച്ചിട്ടാണ് ഇവിടെയുള്ള 90% ആൾക്കാർ വീട് വെച്ചതും ബാക്കി അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ജോലിയും വീട്ടിലുള്ള അംഗങ്ങളും വീടും എല്ലാം പോയി ഇപ്പോൾ പല ഭാഗങ്ങളിലായിപ്പോയി എല്ലാവരും. അതാണിപ്പോൾ നമ്മളെ മെയിനായിട്ടുള്ളത്. എല്ലാം നമ്മളൊക്കെ ഈ പ്രായം വരെ, കഴിഞ്ഞ കൊല്ലം വരെ ഒരുമിച്ച് ഉണ്ടായിരുന്ന ആൾക്കാർ ഇപ്പോൾ പലരും പല ഭാഗങ്ങളിലായിപ്പോയി, സ്പ്ലിറ്റായിപ്പോയി. ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴാണ് നമ്മളൊക്കെ വീടിൻ്റെ തൊട്ടടുത്തുള്ളവരെയൊക്കെ കാണുന്നത്. നിരന്തരമായിട്ട് കണ്ടുകൊണ്ടിരുന്ന ആൾക്കാരൊക്കെ നമ്മളെന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ നമ്മൾ ആദ്യം വിളിക്കുന്നത് നമ്മൾ മെയിൻ കൂട്ടുകാരായിരിക്കും. അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മളെ കുടുംബത്തിലുള്ള ആളുകളെ വിളിക്കുക. ഇവരൊക്കെ വിളിക്കുമ്പോൾ ഒന്നില്ലെങ്കിൽ സ്വിച്ച് ഓഫ് ആയിരിക്കും, അല്ലെങ്കിൽ കറണ്ട് ഇല്ല. ഒന്നാമത് പിന്നെ 2-3 മാസമൊക്കെ എന്താ ചിലപ്പോൾ ചെയ്യേണ്ടതെന്ന് പോലും നമുക്ക് അറിയില്ല. അതെ. അതൊക്കെ ഒരു എന്താ പറയുക, ജീവിതത്തിൽ അങ്ങനെ ഒരു നിമിഷം ഉണ്ടായിരുന്നു. ഇനി ഒരിക്കലും അങ്ങനെ ഉണ്ടാവട്ടെ, ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ. ഒന്നാമത് ഈ നാട്ടിലെന്ന് പറഞ്ഞാൽ കുടുംബം എന്നല്ല, എല്ലാം ഒരൊറ്റ കുടുംബമാണ് ഞാനങ്ങനെ മനസ്സിലാക്കുന്നത്. എല്ലാവരും ഇവിടെ ഒരു മരണം സംഭവിച്ചാലും ഒരു കല്യാണം സംഭവിച്ചാലും എല്ലാവരും ഒത്തൊരുമയോടുകൂടെ എല്ലാം ഇതായിട്ട് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് അങ്ങനെ കുറേ ആൾക്കാർ നമ്മൾ കണ്ണിൽ കണ്ടുകൊണ്ടിരുന്ന ഒരുപാട് ആൾക്കാർ പെട്ടെന്ന് ഇല്ലാണ്ടാകുക എന്ന് പറയുമ്പോൾ അതാണ്. അതും വീടുകളെല്ലാം അടുത്തടുത്താണ്. ഒരാൾക്ക് 5 സെന്റ് സ്ഥലം, 5 സെന്റ് 6 സെന്റ് 7 സെന്റ് ഇത്രയാണ് ഉണ്ടാവുള്ളൂ കൂടുതലും. പിന്നെ 100-ൽ 5-6 ആൾക്കാർക്കാണ് പ്ലസ് കൂടുതൽ സ്ഥലങ്ങൾ ഉണ്ടാവുള്ളൂ. ബാക്കിയൊക്കെ ചെറിയ ഒന്നാമത് ഇവിടെ വേലികളില്ല. എവിടെയെങ്കിലും വേലികളുണ്ടോ നോക്കി നിങ്ങൾ? ചെറിയ വേലികളില്ല, മതിലുകളില്ല. ഒരു ചുറ്റും മതിൽ കെട്ടി, ഇവിടെ അങ്ങനെ മതിൽ കെട്ടിയ ഒരു വീട് പോലും നിങ്ങൾക്ക് കാണാൻ പറ്റൂല. മതിലില്ല എന്നാണ് ഇവിടുത്തെ. മതിലില്ലെങ്കിൽ തന്നെ മനസ്സിലായിക്കൂടെ നമ്മളെങ്ങനെയായിരുന്നു എന്ന്. ഒന്നാമത് നമുക്കൊരു ഒരു പനി വന്നു കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഒരു സാധനം മേടിക്കാൻ എന്തെങ്കിലും ഒരു ഇത് വേണ്ടേ? പനി വന്നു കഴിഞ്ഞാൽ നമ്മൾ വന്ന മേപ്പാടി അങ്ങോട്ടേക്ക് പോകണം. പിന്നെ രാത്രി 7-8 മണി കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് ബസ്സും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ സ്കൂള് വേണം.
സ്കൂളില്ല, ആശുപത്രി വേണം, ആശുപത്രി ഇല്ല. ഇപ്പൊ സ്കൂള് എവിടെയാണ്? സ്കൂൾ ഇത് മേപ്പാടിക്ക് നേരെ ഷിഫ്റ്റ് ആക്കി. പക്ഷെ നേരത്തെ ഹോസ്പിറ്റലുണ്ട്. ഹോസ്പിറ്റൽ ഇവിടെ ഉണ്ടായിരുന്നു, ഒരു ഹോസ്പിറ്റൽ. അതുകൊണ്ട് അത് കാണുന്നത് ഒരു ഹോസ്പിറ്റലായിരുന്നു. ഇതിന്റെ കമ്പനി ഇതുണ്ടായിരുന്നു. എന്നാലും നമ്മളെയൊക്കെ ശരിക്കും മെഡിക്കൽ കോളേജ് അതാണ്. കാരണം എല്ലാ അസുഖവും നമ്മളിവിടെ വരുന്ന എല്ലാ അസുഖത്തിനും അവിടെ മരുന്നുണ്ടായിരുന്നു. നമ്മൾ വയനാട് പോയ സമയത്ത് ചൂരൽമലയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കാഴ്ചകളൊക്കെയാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ആ സ്ഥലത്ത് ചെന്ന് നിൽക്കുമ്പോഴേ നമുക്ക് ആ ഒരു ഫീൽ കിട്ടും. നമ്മൾ ന്യൂസിലും ഒക്കെ ആ ഒരു സമയത്ത് നമ്മൾ 24 മണിക്കൂറൊന്നും കണ്ടുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണ്. അത് ശരിക്കും പറഞ്ഞാൽ നേരിട്ട് പോയി കാണുമ്പോഴേ അതിൻ്റെ ഒരു ഭീകരത മനസ്സിലാകത്തുള്ളൂ. ആ പള്ളീൻ്റെ അങ്ങോട്ടും നമുക്ക് പോകാൻ പറ്റത്തില്ല, മണ്ടലോട്ടൊന്നും കയറ്റി വിടില്ല. സത്യം പറഞ്ഞാൽ നമ്മൾ അവിടെ പോണോന്ന് പറഞ്ഞോണ്ടല്ല ഇവിടുന്ന് പോയത്. അതെ, അപ്പോൾ നമ്മുടെ റിസോർട്ടിൻ്റെ അവിടുത്തെ പുള്ളിയാണ് ഷെഫീഖ് ബ്രോ. പുള്ളി അതിനുശേഷം അങ്ങനെ അങ്ങോട്ടൊന്നും പോയിട്ടില്ല, എൻ്റെ കൂടെ ആണ് വരുന്നത്. അപ്പം ഞാൻ പറഞ്ഞ് ഞാൻ ഇവിടുത്തെ ഷൂട്ട് ചെയ്യണമെന്ന് ചോദിച്ചു. ബ്രോ കംഫർട്ടബിൾ ആണോ സംസാരിക്കാമെന്ന് ചോദിച്ചു. കുഴപ്പമില്ല, ഇവിടുത്തെ കാര്യം പറയുന്നതുകൊണ്ട് ഇപ്പോൾ എന്താ എന്ന് പറഞ്ഞിട്ട് ഓക്കെ നീ എടുത്തോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുത്തതാണ്. വേറൊരു സുഹൃത്തിനെ അവിടെ വെച്ചിട്ട് പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ വ്ളോഗിലൊന്നും പറയട്ടെ, അത് ഭയങ്കര പേഴ്സണലാണ്. അപ്പോൾ അതെല്ലാം ഞാൻ കേട്ടിരിക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അന്ന് എൻ്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല ശരിക്കും പറഞ്ഞാൽ. ഇത്രയും ദിവസമായെങ്കിലും ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പം എനിക്ക് തന്നെ ഓവർ തിങ്ക് ചെയ്യാനായിട്ട് ഒത്തിരി കാര്യങ്ങളുണ്ട്. ഈ പുള്ളി പറഞ്ഞ കാര്യവും ഇടയ്ക്ക് എൻ്റെ മൈൻഡിൽ കയറി വരും. ഇപ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാണ് ഈ ഒരു വീഡിയോ. അത്രേ ഉള്ളൂ. ബൈ.